4 ദശാബ്ദങ്ങൾ വൈകിയ ഒരു പദ്ധതി. ഇനി ഒരിക്കലും അത് നടക്കില്ല എന്ന് വിചാരിച്ച ഒരു വേളയിൽ അത് നടപ്പായപ്പോൾ അതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം അതിനിട്ട് വീണ്ടും എന്തൊക്കെ പാരപണിയാം എന്ന് നോക്കുന്ന രീതികൾ, പൊതുസമൂഹവും ചില മാധ്യമ രീതികൾ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി വിഴിഞ്ഞത്തെപ്പറ്റി പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. അത് തുടരുകയാണ്. കാരണം വിഴിഞ്ഞം യാഥാർത്ഥ്യമായി 1-ാം ഘട്ടം. അതേപ്പറ്റി കൂടുതൽ ഇനി പറയേണ്ട ആവശ്യമില്ല. കൊമേഴ്സ്യൽ ഓപ്പറേഷൻസ് തുടങ്ങി കഴിഞ്ഞ ദിവസം മുതൽ. അപ്പോൾ നെഗറ്റീവായിട്ട് ഇനി വേറെന്ത് കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ഒക്കെ. കഴിഞ്ഞ ദിവസം ആക്ഷേപിച്ചത് വിസിലിൻ്റെ MD ദിവ്യ എസ് അയ്യരെ ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം ഇങ്ങനെയല്ലായിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്, അങ്ങനെ ആവണമായിരുന്നു, ഇപ്പോൾ ഒരു മദർഷിപ്പിന് മാത്രമേ അടുക്കാൻ പറ്റുള്ളൂ, 2 മദർഷിപ്പ് അടുക്കുന്ന ബെർത്ത് വേണമായിരുന്നു എന്നൊക്കെ പറയുകയാണ്, ആക്ഷേപിക്കുകയാണ്. അപ്പോൾ ഡിസൈനിങ്ങിൽ പാളിച്ച പറ്റി. തീർത്തും വിവരമില്ലാത്തവരാണല്ലോ ഈ ഡിസൈനിങ് ഒക്കെ നടത്തിയത്. പോർട്ട് നടത്തി യാതൊരു പരിചയമില്ലാത്ത ഒരു ഗൗതം അദാനിയാണല്ലോ വിഴിഞ്ഞം നടത്തുന്നത്. അപ്പോൾ വിവരക്കേടുകൾ ഉണ്ടാവും പ്രോജക്റ്റിലും നടത്തിപ്പിലും ഒക്കെ, ഇല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിചാരം. നമ്മൾ മാത്രമാണ് വിവരമുള്ളവർ, ബാക്കി ആർക്കും വിവരമില്ല. നടക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച ഒരു പദ്ധതി, നടക്കാൻ ഫണ്ടില്ല എന്ന് വിചാരിച്ച ഒരു പദ്ധതി, ഫണ്ട് സമാഹരിക്കാൻ പാടുപെടുന്ന ഒരു പദ്ധതി, അത് പല ഘട്ടങ്ങളായിട്ട് നടക്കൂ എന്ന് സാമാന്യബോധമുള്ളവർക്കറിയാം. അതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം, രാജ്യാന്തര തുറമുഖത്തിന് 5 ഘട്ടങ്ങൾ ഉണ്ടായത്. ഫേസ് 1, 2, 3, 4, 5. അത്രയും ഫണ്ട് സമാഹരിച്ച് നടപ്പാക്കണമെങ്കിൽ അത്രയും കാലയളവ് വേണ്ടി വരും, സമയം വേണ്ടി വരും. രാഖി രാമായണം കൊണ്ട് നിർമ്മിക്കാവുന്നതൊന്നുമല്ല തുറമുഖങ്ങളും താവളങ്ങളും റെയിൽവേ ലൈനും എന്നൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. അതിന് സമയമെടുക്കും. പല ഘട്ടങ്ങളിലായിട്ട് ഫണ്ട് വരവനുസരിച്ച് പൂർത്തിയാക്കേണ്ടി വരും. ഇപ്പം എന്താ പ്രശ്നം? 2 മദർഷിപ്പ് അടുക്കാൻ പറ്റില്ലല്ലോ അത്ര ബെർത്തിന് വിഴിഞ്ഞത്ത്. 800 മീറ്റർ അല്ലേ ഉള്ളൂ. 1000 മീറ്റർ വേണമായിരുന്നു ആദ്യം. നിങ്ങൾ എന്തോന്ന് പ്രോജക്റ്റാ, എന്തോന്ന് ഡിസൈനാ നിങ്ങൾക്ക് എന്ത് ദീർഘവീക്ഷണമുണ്ട്? വന്നിരുന്ന് വിമർശിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ, ഓൺലൈനിലും ഓഫ്ലൈനിലും യൂട്യൂബിലും. പറയാൻ എളുപ്പമാണ്. എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്നവർക്ക്, അല്ലെങ്കിൽ അവരെ ദോഷൈക ദൃക്കുകൾ എന്ന് വിളിക്കും, അങ്ങനെയുള്ളവർക്ക് ഒരു സമൂഹത്തെ ഒരിക്കലും മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് വിസിൽ തയ്യാറാക്കിയ വിശദമായ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, കൺസൾട്ടൻസികളെ വെച്ച് ചെയ്ത വിശദമായ പഠന റിപ്പോർട്ട് പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദാനി ഗ്രൂപ്പുമായിട്ട് കരാർ ഒപ്പുവെച്ചിട്ട് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. 1-ാം ഘട്ടം യാഥാർത്ഥ്യമായി. 2-ാം ഘട്ടത്തിലെ പഴയ കരാറ് മാറ്റി അതിനെ ഒന്നുകൂടി സപ്ലിമെൻ്ററി കരാറാക്കി 2028-നുള്ളിൽ 5 ഘട്ടങ്ങളും പണി പൂർത്തിയാക്കുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ 4 ഘട്ടം കഴിഞ്ഞുള്ള അന്തിമ മറ്റ് മിനുക്ക് പണികൾ ഉൾപ്പെടെ 4 ഘട്ടങ്ങളിലാണ് ഏറ്റവും പ്രധാനമായ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഇതിനെ കേരളത്തിന് കുറെ കൂടെ അനുകൂലമായ ഒരു സപ്ലിമെൻ്ററി കമ്മീഷൻ കരാർ കൂടി ഉണ്ടാക്കി 10 വർഷത്തോളം തുറമുഖത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ അഡ്വാൻസ് ചെയ്തിട്ട് അതിനെപ്പറ്റി വിമർശിക്കുക എന്ന് പറയും. എന്താണ് ഇതിൻ്റെയൊക്കെ ബാക്കി പറയേണ്ടത്? നിലവിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഇപ്പോൾ 800 മീറ്റർ ബെർത്ത്, 800 മീറ്റർ ബെർത്തിൽ ഒരു മദർഷിപ്പിനും ഒരു ഫീഡർഷിപ്പിനും സുഖമായിട്ട് ബെർത്ത് ചെയ്യാം. ഏറ്റവും വലിയ ഈ മദർഷിപ്പായ MSCയുടെ ഏറ്റവും വലിയ മദർഷിപ്പ് ഐറിന വന്നാലും ഈ 800 മീറ്റർ ബെർത്തിൽ ബെർത്ത് ചെയ്യാനും ഫീഡർ വെസലിലേക്ക് കണ്ടെയ്നർ മാറ്റാനും ഇതിലേക്ക് കയറ്റാനും സാധിക്കും. അപ്പോൾ ഒരു മദർ വെസലും ഒരു ഫീഡർ വെസലും ബെർത്ത് ചെയ്യാവുന്ന രൂപത്തിലാണ് ഫേസ് 1 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് 800 മീറ്റർ.
പിന്നെ ഫേസ് 2, 3, 4 എല്ലാം കൂടെ ആകുമ്പം മൊത്തം 2000 മീറ്റർ ബെർത്ത് വരും. 2000 മീറ്റർ ബെർത്ത് വരുമ്പം 4 മദർഷിപ്പുകൾക്ക്, ഏറ്റവും വലിയ 4 ഷിപ്പുകൾക്കും ഫീഡർ വെസലുകൾക്കും അവിടെ ബെർത്ത് ചെയ്തിട്ട് ബിസിനസ് നടത്താം, ചരക്ക് നീക്കം നടത്താം. അങ്ങനെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ 2ാം ഘട്ടവും 1ാം ഘട്ടം മുതൽ തന്നെ 2ാം ഘട്ടവും 3ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഈ കണ്ടെയ്നർ ബെർത്ത് കൂടാതെ 2000 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് കൂടാതെ പിന്നെ ഫിഷ് ലാൻഡിംഗ് ബെർത്ത് വേറെ, വിഴിഞ്ഞം മത്സ്യ തുറമുഖത്തിൻ്റെ ക്രൂസ് ഷിപ്പുകൾക്ക്, ആഡംബര ഷിപ്പുകൾക്ക് വന്ന് ബെർത്ത് ചെയ്യാനുള്ള വേറെ ബെർത്ത്, അതുപോലെ മൾട്ടിപർപ്പസ് ബെർത്ത് വേറെ, പിന്നെ കോസ്റ്റ് ഗാർഡിന് നേവി ബെർത്ത്, രാജ്യസുരക്ഷ മാനിച്ചിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ, നേവിയുടെ, മിലിറ്ററിയുടെ ബെർത്ത് ഉണ്ട് അവിടെ. 4 ഘട്ടങ്ങളിലായിട്ട് ഇത് മുഴുവൻ പൂർത്തിയാക്കും അവിടെ. അല്ലാതെ 2000 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് മാത്രമല്ല. അങ്ങനെയാണ് വിഴിഞ്ഞം പദ്ധതി കൺസീവ് ചെയ്തിരിക്കുന്നത്. അതിലെ സ്റ്റേജ് 1 ആണ് പൂർത്തിയായത്, 800 മീറ്റർ ബെർത്ത്. അപ്പോൾ 2 കപ്പൽ വന്ന് കിടക്കാൻ പറ്റില്ല അത്രേ. എന്താണിപ്പോൾ ഈ പ്രശ്നം വന്നത്? വിഴിഞ്ഞം വിജയമായതുകൊണ്ട് തന്നെ ആ വിജയം അംഗീകരിക്കാൻ ആൾക്കാർ തയ്യാറില്ല. വിഴിഞ്ഞത്തിന് ട്രയൽ റൺ പീരീഡിൽ തന്നെ 1-ലധികം മദർഷിപ്പുകൾ വന്ന് വരാൻ തുടങ്ങി. ഒന്ന് നങ്കൂരമിടുന്നു, ഒന്ന് ബെർത്തിലെടുക്കുന്നു. ഈ ഘട്ടം വന്നപ്പോൾ എല്ലാവർക്കും വെപ്രാളമായി. കപ്പലുകൾ വന്ന് വെയിറ്റ് ചെയ്യുന്നു, ബെർത്തില്ല. ഒരു 4-5 ബെർത്ത് വേണമായിരുന്നു, പറയാൻ എളുപ്പമാണ്. 4-5 ബെർത്ത് വേണ്ടേ? ഇപ്പം 5 അല്ലെ 3 മദർഷിപ്പ് വന്ന് 3 ബെർത്ത് ഇവിടെ വേണ്ടേ? ഒറ്റയടിക്ക് ബെർത്ത് ഉണ്ടാവുമോ? ഇതെന്തൊരു സമീപനമാണ്, ഇതെന്തൊരു വിലയിരുത്തലാണ്? എവിടെയും കുറ്റം പറയുക. അപ്പോൾ പോർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. എവിടെയാണ് തുറമുഖത്ത് ബെർത്ത് കാത്ത് നങ്കൂരമിട്ട് മദർഷിപ്പുകൾ കിടക്കാത്തത്? കൊളംബോയിൽ മണിക്കൂറുകൾ കിടക്കുന്നില്ലേ? സിംഗപ്പൂരിൽ കിടക്കുന്നില്ലേ? ഷാങ്ഹായി കിടക്കുന്നില്ലേ? ജബലലിയിൽ ഗൾഫിൽ കിടക്കുന്നില്ലേ? പിന്നെ എല്ലാ ഘട്ടവും പൂർത്തിയാകുമ്പോൾ 4 മദർഷിപ്പുകൾക്കും ഫീഡർഷിപ്പുകൾക്കും അടുക്കാം. 4 വർഷം കൊണ്ട്, വെറും 4 വർഷം കൊണ്ട് 2024, 2028 പൂർത്തിയാകും. ഇത് വരുന്ന മദർഷിപ്പല്ല ഇപ്പം തന്നെ കിടക്കാൻ സൗകര്യം ഒരുക്കണമെന്നൊക്കെ പറയുന്ന അവകാശവാദം, ആ നിലപാട് ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ അല്ലെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് യോജിക്കുന്നതല്ല. അപ്പം ഇതാണ് ഇതിൻ്റെ വസ്തുത. പിന്നെ പിന്നെ പറയുന്നത് 400 മീറ്റർ ബെർത്ത് ഒരു വലിയ മദർഷിപ്പിന് വേണം. പിന്നെ അതിന് ഇത്ര അകലം പാലിക്കണം. ഇത് വന്ന് ഇത് ബെർത്ത് ചെയ്യുമ്പോൾ മദർഷിപ്പും ഒരു ഫീഡർഷിപ്പും വന്ന് ഒരേ സമയം ബെർത്ത് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഒരു 30 മീറ്ററിൻ്റെ ഇട വേണം, ഇൻ ബിറ്റ്വീൻ സ്ഥലം വേണം, അതിനങ്ങോട്ടും ഇങ്ങോട്ടും മാനോവർ ചെയ്യാൻ പറ്റി. അപ്പം അതിനുള്ള ദൂരം കൂടി നമ്മൾ കാണണം, ഈ 30 മീറ്റർ മുതൽ 60 മീറ്റർ വരെ. ഇതെല്ലാം നോക്കിയാലും 4 മദർഷിപ്പുകൾക്ക് ഈ 2000 മീറ്റർ ബെർത്ത് പൂർത്തിയാകുമ്പോൾ 4 മദർഷിപ്പുകൾക്ക് ബെർത്ത് ചെയ്യാനും അനുബന്ധ ഫീഡർ വെസലുകൾക്ക് ബെർത്ത് ചെയ്യാനും വ്യാപാരം, കച്ചവടം നടത്താനും അല്ലെ വാണിജ്യ തുറമുഖമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. നമ്മൾ ഏറ്റവും വലിയ മദർഷിപ്പ് എന്ന് പറയുന്നത് 360 മീറ്റർ മുതൽ 400 മീറ്റർ വരെയുള്ളതാണ്. അതിൽ ഏറ്റവും വലുതാണ് MSC ഐറീന എന്ന് പറയുന്നത്. 400 മീറ്റർ അതിന് നീളമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഷിപ്പ് ഐറീന വരെ ഈ അടുത്ത മാസത്തോടെ വിഴിഞ്ഞത്ത് വരാൻ പോവുകയാണ്. ഇനി 4 വർഷം കൊണ്ട് ബാക്കി സംവിധാനങ്ങൾ അതിൽ പകുതിയും 2 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാവും. 2026 ആകുമ്പോഴത്തേക്കും ഈ 800 മീറ്റർ ബെർത്ത് ഒരു ഇതിൻ്റെ ഇരട്ടി 1600 മീറ്റർ ബെർത്തിലേക്ക് ആയി കഴിഞ്ഞാൽ തന്നെ അത്രയും സൗകര്യങ്ങളായില്ലേ. അടുത്ത ഘട്ടത്തിൽ 2000 കംപ്ലീഷൻ ആകുമ്പോൾ 2000 മീറ്റർ ബെർത്ത് ഇതിനകത്ത് റെഡിയായി കഴിയും. ഇതാണ് വിഴിഞ്ഞത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് നമ്മൾ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു രീതി വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. കാരണം കേരളത്തിൻ്റെ ഗ്രോത്ത് എഞ്ചിനാവാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം അതിനെതിരെ എപ്പോഴും എന്തൊക്കെ നെഗറ്റീവ് വാർത്ത കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് അതൊരു നല്ല മാധ്യമ രീതിയുമല്ല. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കലും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.